നടൻ ആസിഫ് അലിയെ പുരസ്കാര വിതരണ ചടങ്ങിൽ അപമാനിച്ച സംഗീത സംവിധായകൻ രമേശ് നാരായണന്റെ പ്രവൃത്തിയെ വ്യാപകമായി വിമർശിക്കുകയാണ് സിനിമാ ലോകം. രമേശ് നാരായണനെ വിമർശിച്ചുകൊണ്ട് സിനിമാ മേഖലയിൽ നിന്നുൾപ്പെടെ നിരവധി പേരാണ് രംഗത്തെത്തിയത്. സംഭവം വിവാദമായതോടെ രമേശ് നാരായണൻ വിശദീകരണം നൽകി മുന്നോട്ട് വന്നു. ബോധപൂർവം അപമാനിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നും അങ്ങനെ തോന്നിയെങ്കിൽ താൻ ക്ഷമ ചോദിക്കുന്നുവെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ഇതുകൊണ്ടൊന്നും പരസ്യമായി അപമാനിച്ചതിന് പ്രതിഷേധങ്ങൾ നിലയ്ക്കുന്നില്ല. ഈ അല്പത്തം കാട്ടിയ രമേശ് നാരായണൻ എന്ന മുതിർന്ന സംഗീതജ്ഞനോട് സഹതാപം മാത്രമാണ് എന്ന് നടൻ ശ്രീകാന്ത് മുരളി സാമൂഹ്യ മാധ്യമങ്ങളോട് പറഞ്ഞു. എന്നാൽ ഇതിനു പുറകെ ആസിഫ് അലിയുടെ വിശദീകരണം പുറത്തു വന്നിരിക്കുന്നു. തന്റെ പേരിൽ ഇതുപോലുള്ളൊരു വിവാദം പൊട്ടിപ്പുറപ്പെട്ടത് താൻ അറിഞ്ഞില്ലെന്നും തന്നോട് അദ്ദേഹം ഇതുപോലെ പെരുമാറിയിട്ടില്ലെന്നും ആസിഫ് അലിക്ക് അത് ഫീൽ ചെയ്തില്ലെന്നുമാണ് ആസിഫ് അലിയുടെ വിശദീകരണം. താൻ ബഹുമാനിക്കുന്ന ഒരു സംഗീതജ്ഞനാണ് അദ്ദേഹമെന്നും തന്നോട് അദ്ദേഹത്തിന് ഒരിക്കലും അങ്ങനെ അറിഞ്ഞുകൊണ്ട് പെരുമാറേണ്ടി വരില്ല എന്നും ആസിഫ് അലി പറയുന്നു. സുഖമില്ലാത്ത കാരണത്താൽ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയതിനാൽ ഈ കാര്യങ്ങളൊന്നും ആസിഫ് അലി കൃത്യസമയത്ത് അറിഞ്ഞില്ല. അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു, പലതവണ വിളിച്ചിരുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ മിസ്ഡ് കോളുകൾ കണ്ട് തിരിച്ചു വിളിച്ചപ്പോഴാണ് അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം എന്നോട് പറയുന്നത്. എൻ്റെ പേരിൽ അദ്ദേഹത്തിന് വിഷമമായതിൽ എനിക്ക് ഖേദമുണ്ട്. അതുകൊണ്ട് ഇന്ന് മുതൽ അതുപോലുള്ള ക്യാമ്പയിനുകൾ എല്ലാവരും നിർത്തണമെന്ന് ആസിഫ് അലി സാമൂഹ്യ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾ ടിപ്സ് ആൻഡ് ന്യൂസ് മലയാളം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.